ഗസ ആക്രമണത്തോടെ ലോകത്തിന് മുൻപിലും വിശിഷ്യ അറബ് രാജ്യങ്ങൾക്ക് മുൻപിലും ഒറ്റപ്പെട്ട ഇസ്രായേലിന്റെയും സൗദിയുടെയും ഇടയിലുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെടുത്തുവാനും ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള ശത്രുതകൾ അവസാനിപ്പിച്ച് ഐക്യപ്പെടുത്തുവാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിൽ എത്തിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടെങ്കിലും പക്ഷേ സൗദി ഇതുവരെ ആ ആവശ്യത്തിനോട് വഴങ്ങിയിട്ടില്ല. ഈ മാസം 18-ന് വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും നടത്തുന്ന കൂടിക്കാഴ്ചയിലെ പ്രധാന അജണ്ടയും ഇസ്രായേലുമായുള്ള ബന്ധമാകും. ഇസ്രായേലുമായി സൗദി അറേബ്യ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് അമേരിക്കയുടെ മധ്യപൗരസ്ഥ ദേശത്തെ സ്വാധീനം വർദ്ധിക്കും എന്നതിനൊപ്പം ആ പ്രദേശത്തിന്റെ രാഷ്ട്രീയ സുരക്ഷാ സമവാക്യത്തിലും വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദി ഉടൻ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുമെന്നായിരുന്നു ഒക്ടോബറിൽ ട്രംപ് പറഞ്ഞത്. എന്നാൽ സ്വതന്ത്ര ഫലസ്തീൻ രൂപീകരിക്കപ്പെടാതെ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിൽ എത്തില്ലെന്നതാണ് തങ്ങളുടെ നിലപാടെന്ന് സൗദി അമേരിക്കയെ അറിയിച്ചു. ഫലസ്തീൻ രാഷ്ട്രം ഉറപ്പാക്കുന്നതിന് ട്രംപിന്റെ വ്യക്തമായ പിന്തുണ നേടാനായിരിക്കും മുഹമ്മദ് ബിൻ സൽമാൻ ശ്രമിക്കുക എന്ന് വാഷിംഗ്ടണിലെ അറ്റ്ലാന്റിക് കൗൺസിൽ തിങ്ക് ടാങ്കിലെ പാനിക്കോഫ് വ്യക്തമാക്കി. 2018-ൽ വാഷിംഗ്ടൺ പോസ്റ്റ് മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ ദുരൂഹ മരണത്തിന് ശേഷമുള്ള മുഹമ്മദ് ബിൻ സൽമാന്റെ ആദ്യത്തെ അമേരിക്കൻ സന്ദർശനമായിരിക്കും നവംബർ 18-ലേത്. ഇപ്പോൾ പല രാജ്യങ്ങളും അബ്രഹാം കരാറിലേക്ക് ചേരുകയാണെന്നും സൗദി അറേബ്യയും ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുമായിരുന്നു അടുത്തിടെ ട്രംപ് പറഞ്ഞത്. UAE, ബഹ്റൈൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ അബ്രഹാം കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഫലസ്തീൻ പ്രശ്നത്തെ തുടർന്ന് പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു. അതിനാൽ സൗദി വ്യക്തമാക്കിയതനുസരിച്ച് അബ്രഹാം കരാറിൽ അവർ ഒപ്പുവെക്കണമെങ്കിൽ അതിൽ പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തേണ്ടി വരും. മക്ക, മദീന എന്നീ വിശുദ്ധ നഗരങ്ങളുടെ സംരക്ഷകരായ സൗദി അറേബ്യയ്ക്ക് ഇസ്രായേലിനെ അംഗീകരിക്കുക എന്നത് നയതന്ത്രപരം എന്നതിലുപരി ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ സൂക്ഷ്മവും വൈകാരികവുമായ വിഷയമാണ്. ഗസയിലെ ഇസ്രായേലിന്റെ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ അറബ് ജനങ്ങളുടെ അവിശ്വാസം ഇപ്പോഴും ശക്തമായിരിക്കുന്നതിനാൽ സാനിസ്റ്റ് രാജ്യവുമായി ബന്ധം സ്ഥാപിക്കുന്നത് സൗദിയെ സംബന്ധിച്ചേറെ പ്രയാസകരമാണ്. ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം നിശ്ചിത സമയപരിധിക്കുള്ളിൽ പിൻവാങ്ങണമെന്നും അന്താരാഷ്ട്ര സംരക്ഷണ സേനയെ വിന്യസിക്കണമെന്നും ഫലസ്തീൻ അതോറിറ്റിക്ക് ഗാസയിലെ ഭരണാധികാരം തിരിച്ചു നൽകണമെന്നും സൗദി വിദേശകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥ മനാൽ റദ്വാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള മുന്നോടിയായാണ് ഇവയെല്ലാം സൗദി കാണുന്നത് എന്നതും വ്യക്തമാണ്.